ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുമല്ലേ? നമ്മളിങ്ങനെ ഇരുന്നിട്ടൊക്കെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ? കാരണം നമ്മുടെ വീഡിയോ പറയാം കേട്ടോ. അപ്പം ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. 2 ദിവസമായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പിക്ക് പോകുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, അതുകൂട്ടിക്ക് ചെറുതായിട്ടൊരു പനി ഉണ്ടായിരുന്നു മിനിയാന്നും ഇന്നലെയൊക്കെ. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ടും അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം പിന്നെ അവിടെ എന്തോ ഉദ്ഘാടനമൊക്കെയാണ് കേട്ടോ. ഉദ്ഘാടനമൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ തിങ്കളാഴ്ച തൊട്ടിട്ടേ നമുക്ക് ഫിസിയോതെറാപ്പി ഉള്ളൂ. ചൊവ്വാഴ്ച തൊട്ടിട്ട് ഫിസിയോതെറാപ്പി ഉള്ളൂ. ചൊവ്വാഴ്ച തൊട്ട് ഞങ്ങൾ എല്ലാ ദിവസവും ഫിസിയോതെറാപ്പിക്ക് പോകും കേട്ടോ. അപ്പം എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, വലിയ സീരിയസ് ഉള്ള കാര്യമൊന്നുമല്ലേ, കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അല്ലേ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതാണ് കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോ. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? പോവാം, എന്നാൽ വായോ, നമുക്ക് എല്ലാവർക്കും കൂടി പോവാവേ. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ വീഡിയോ ഒന്നരാടെ ഉണ്ടാവുകയുള്ളൂ. വേറെ ഒന്നും കൊണ്ടും അല്ല കേട്ടോ. നമ്മൾ ഡെയിലി ലൈവ് കയറുന്നുണ്ട്, അത് പറയാം. അപ്പം നമ്മുടെ വീഡിയോ ഒന്നരാടം ദിവസമേ ഉണ്ടാവുകയുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫിസിയോതെറാപ്പിക്ക് പോകും, എഡിറ്റ് ചെയ്യലും എല്ലാം കൂടി എനിക്ക് പറ്റണില്ല കേട്ടോ. അതുട്ടിയുടെ കാര്യങ്ങൾക്കാണ് നമ്മുടെ ഫസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം എല്ലാം കൂടി എനിക്ക് പറ്റുന്നില്ല. ഒന്നരാടം ആയിരിക്കും വീഡിയോ ഉണ്ടാവുകയുള്ളൂ. പിന്നെ നമ്മുടെ ഷോർട്സ് അത് പിന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ എനിക്ക് വലിയ രീതിക്ക് വീഡിയോ എടുക്കാനോ ഷോർട്ട് ഇടാനോ ഒന്നും അറിയത്തില്ല കേട്ടോ. ഞാനിപ്പോൾ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ അങ്ങനെ എടുക്കുന്ന ഷോർട്ടാണ്. അല്ലാതെ എനിക്ക് വലിയ രീതിക്കൊന്നും വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും ഒന്നും അറിയത്തില്ല കേട്ടോ. കാരണം നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 കൊല്ലമായിട്ടുള്ളൂ. അതിനു വേണ്ടി നോക്കിയാൽ പറ്റും, അങ്ങനെ ഓരോന്ന് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ പറ്റും. പക്ഷേ എനിക്കതിന് സമയമില്ല കേട്ടോ. അതുട്ടിനെ കൊണ്ട് ഫിസിയോതെറാപ്പിക്ക് പോക്കും വീട്ടുപണി എല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റിയല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഷോട്ടൊക്കെ അതുട്ടിനെ എന്തായാലും എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഷോട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷെ അതിന് തന്നെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമല്ലേ. നമ്മൾ ഇത്രയും പേരെ സപ്പോർട്ട് ചെയ്ത് അതുട്ടിൻ്റെ കാര്യം അന്വേഷിക്കുന്നു. അതിന് ഇഷ്ടമാണ് എല്ലാവർക്കും. അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരെയും കേട്ടോ, എല്ലാവരുടെയും കാര്യം തിരക്കുന്നു. മുഖം ഒന്ന് മാറിയാൽ വിളിച്ചു ചോദിക്കുന്നു. ഇതൊക്കെ ഒരു വലിയ കാര്യമാണ്. അപ്പം നമ്മുടെ ഷോട്ട് ഞാൻ പറയുകയാണ്, വലിയ ഷോട്ടുകളും കാര്യങ്ങളും വലിയ യൂട്യൂബർമാർ ചെയ്യുന്നത് പോലെ ഒന്നുമല്ല കേട്ടോ. പിന്നെ വീഡിയോ ആണെങ്കിലും നിങ്ങളോർക്കും എന്ത് എഡിറ്റിംഗ് ആണ് അത് അങ്ങനെയല്ലേ ഉള്ളൂ എന്നൊക്കെ. പക്ഷേ ഇതെടുത്തിട്ട് ചിലപ്പം കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെറിയ ഇതൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്നും വീഡിയോ ഇടാൻ പറ്റണില്ല. ഒന്നരാടായിരിക്കും നമ്മുടെ വീഡിയോ ഉണ്ടാവുക. അത് ഒന്നരാടം ഞങ്ങൾ വെറുതെ വർത്തമാനം പറഞ്ഞിരുന്നാണേലും ഞങ്ങൾ വീഡിയോ കൊണ്ട് വരും കേട്ടോ. പിന്നെ നമ്മുടെ വയനാട്ടിലെ വീഡിയോ ആണ് ഇപ്പോൾ ഇത്രയും ദിവസം ഇട്ടുപോയത്. അതിന് തൊട്ട് നമ്മുടെ ഇവിടുത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും. പറ്റുവാണെങ്കിൽ എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും. ഇതിപ്പോൾ ഡെയിലി എനിക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വീഡിയോ ഇല്ലാത്തത്. അതൊന്ന് പറയണമെന്ന് തോന്നി. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും ലൈവ് വരുന്നുണ്ട്. ആദ്യമൊക്കെ നമ്മൾ ഒരു ദിവസം 5, 6, 7 പ്രാവശ്യം ലൈവ് കൊണ്ട് കയറുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. നമ്മൾ 2:30-3:30ക്കുള്ളിൽ നമ്മൾ എപ്പോഴേലും ഒരു പ്രാവശ്യം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ അതിൽ കൂടുതൽ നമ്മുടെ ലൈവ് നീണ്ടു പോകാറില്ല. അപ്പം നമ്മളങ്ങനെ ലൈവ് വരാറുണ്ട്. അപ്പം ലൈവിൽ വന്ന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് തെറിയും കേൾക്കുന്നുണ്ട്. ആ ദുട്ടീനെ പറയുന്നുണ്ട്, കാണാൻ കൊള്ളിയാലെന്ന് പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് ബാധകമല്ല. നിങ്ങൾ പറയുന്നവർ പറഞ്ഞുകൊണ്ടേ ഇരുന്നോളുക. പിന്നെ നിങ്ങൾ എന്താണോ വീട്ടിൽ പഠിച്ചത് അതല്ലേ പുറത്തേക്ക് മറ്റുള്ളവരെയും പറയുള്ളൂ. അപ്പോൾ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് നമുക്ക് വിഷയമല്ല. പിന്നെ പറയുന്നവർ നമ്മൾ സഖി മുട്ടിയിട്ടുണ്ടല്ലേ, ഇങ്ങനെ ഭിന്നശേഷി മക്കളെ പറയുന്നതിന് പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. സുഖമില്ലാത്ത മക്കൾ മാത്രമല്ല, സുഖമില്ലാത്ത ഡിസബിലിറ്റി കാർഡുള്ള ഏത് മക്കളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നഷ്ടപരിഹാരവും തടവും വന്നിട്ടുണ്ട്. പുതിയ നിയമം വന്നിട്ടുണ്ട്. അപ്പം നെഗറ്റീവ് ഇടാൻ വരുന്നവരൊന്ന് സൂക്ഷിച്ചിട്ട് ഇട്ടോളൂ കേട്ടോ. കാരണം നമ്മളൊരു പരാതി കൊടുത്താൽ മതിയാവും അത് തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുട്ടിനെ കാണാൻ കൊള്ളിയാലോ അത് ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അതുട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ അതുട്ടിൻ്റെ ഫാമിലി ഉണ്ട്. ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ ജീവനാണ്. അപ്പോൾ അതുകൊണ്ട് ആരും അതോർത്ത് അവനെ കാണാൻ കൊള്ളിയല്ല എന്നോർത്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അതുട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്, ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്, ആൻറ്റിമാരുണ്ട്. നമുക്ക് നമ്മളോട് എന്തോരം ഇഷ്ടമാണെന്നുള്ളത് നമുക്ക് മനസ്സിലായ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഉണ്ണിക്കുട്ടൻ്റെ ആ ഹോസ്പിറ്റലിൽ കേസ് വന്നപ്പോൾ കേട്ടോ. ഞാനന്ന് ഉണ്ണിക്കുട്ടൻ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുകയെന്നും പറഞ്ഞ്
ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഉണ്ണിക്കുട്ടൻ ഓപ്പറേഷൻ കയറ്റിയിട്ടോന്നും പറഞ്ഞ്. അത് കണ്ടേക്കുന്നത് 8,15 ലക്ഷം പേര്, 8,15 ലക്ഷം പേര് കൂടുതലാണ് നമ്മൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അത് തന്നെ വലിയ കാര്യമല്ലേ, നമ്മളെ ഇത്രയും സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ. അപ്പം ആ വീഡിയോ കണ്ടിട്ടാണ് കമൻറ്റ് ചോദിച്ചിട്ടാണ് കുറേ പേര് എന്ത് പറ്റിയെന്ന് നമ്മളോട് ചോദിക്കുന്നത്. പിന്നെ കുറേ പേര് ആദൂട്ടിയുടെ നമ്പർ ചോദിക്കുന്നുണ്ട്. ആദൂട്ടിയുടെ നമ്പർ ചോദിക്കുന്നവർ നമ്മുടെ യൂട്യൂബിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ നമ്പറുണ്ട്, അപ്പം വേണ്ടവർ അവിടെ നിന്ന് എടുത്താൽ മതി കേട്ടോ. കുറേ പേര് വന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അതിൽ നമ്പർ കിടപ്പുണ്ട്, അതിൽ നിന്ന് എടുത്താൽ മതി. പിന്നെ കുറേ പേര് ഓരോ മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങളുടെ മെസ്സേജുകളെല്ലാം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ആർക്കും റിപ്ലൈ തരാത്തത് ഒരാൾക്ക് റിപ്ലൈ കൊടുത്താൽ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണം. പക്ഷെ അന്നേരം അതനുസരിച്ച് നമ്മുടെ ആദൂട്ടിയുടെ കാര്യങ്ങൾ ഇവിടെ മുടങ്ങും. അതുകൊണ്ടാണ് അപ്പോൾ കമൻറ്റുകളൊക്കെ വായിച്ച് ഇന്ന് തൊട്ട് എന്നെക്കൊണ്ട് പറ്റുന്നതിന് പരമാവധി മറുപടി തരാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ നമ്മുടെ രാജീവേട്ടനോ മകേഷോ ശ്രീജമ്മയോ ലിൻസിയോ നമ്മുടെ ഷിതയോ അവരാരെങ്കിലും കാണുവാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിന് മറുപടി അവർ തരുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ എല്ലാവരും നമ്മുടെ കൂടപ്പിറപ്പുകളാണ്. അവർ മറുപടി അതിനൊക്കെ കുറച്ച് എല്ലാവരും തരുന്നുണ്ട്. അല്ലാതെ എനിക്ക് അഹങ്കാരമായിട്ടൊന്നുമല്ല, സമയമില്ലാഞ്ഞിട്ടാണ് കേട്ടോ ഫിസിയോതെറാപ്പിക്ക് പോകും. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഫിസിയോതെറാപ്പി ഡെയിലി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പി ആഴ്ചയിൽ ഒന്നേ ഇല്ലാത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ പോകാത്ത, ഞാൻ പറഞ്ഞില്ലേ ആദൂട്ടിക്ക് വയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമ്മൾ പോകാത്തത്. വേറെന്തോ 2-3 കാര്യം കൂടി പറയണമെന്ന് ഓർത്ത് വന്നതാണ് കേട്ടോ, മറന്നുപോയി. ആദൂട്ടിയുടെ ന്യൂറോ മെഡിസിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പുറത്തെ പട്ടി നമുക്ക് ഒരു സൗകര്യവും തരുന്നില്ല. വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പട്ടി അങ്ങ് മത്സരിച്ച് കുര തുടങ്ങും. മത്സരിച്ച് കുര തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ ഒത്തിരി പേര് ഉണ്ണിക്കുട്ടന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ പള്ളിയിൽ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് താങ്ക് യു. ഉണ്ണി ഓക്കെയാണ്, യാതൊരു കുഴപ്പങ്ങളും ഇല്ല. പിന്നെ ആദൂട്ടിയുടെ അച്ഛന് എന്താ പണിയെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ആദൂട്ടിയുടെ അച്ഛൻ ബാറിൽ വർക്ക് ചെയ്യാണ്, ബാർമാനായിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അതാണ് ആദൂട്ടിയുടെ അച്ഛൻ്റെ പണി. ആളിപ്പോൾ ഇവിടെയുണ്ട്. ഉണ്ണിക്കുട്ടൻ ഓപ്പറേഷനൊക്കെ ആയിട്ട് വന്നതാണ്. എന്നെക്കൊണ്ട് തന്നെ പറ്റത്തില്ല കേട്ടോ, എന്നെക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഓട്ടം പറ്റത്തില്ല. അതുകൊണ്ട് ആളിവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഫിസിയോതെറാപ്പിക്ക് പോകുകയാണെങ്കിൽ ഇവിടെ ഒരാളിരുന്ന് ഉണ്ണിക്കുട്ടനെ നോക്കണം. അന്നേരം പറ്റത്തില്ലാത്തതുകൊണ്ട് ആളിപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എത്ര പേരാന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ തുടക്കം മുതലുള്ള എല്ലാവർക്കും അറിയാം, നമുക്ക് ഉണ്ണിച്ചേട്ടൻ ഒരു ചേച്ചി ഒരു ചേട്ടനുമാണ്. പിന്നെ എല്ലാവരുടെയും സംശയം എന്ന് പറഞ്ഞാൽ മൂത്തത് ഉണ്ണിക്കുട്ടനാണോ മാളുവാണോ എന്ന്. പൊക്കം ഉണ്ട്, ഉണ്ണിക്കുട്ടനാണ് പൊക്കം കൂടുതൽ. പക്ഷെ മൂത്തത് നമ്മുടെ മാളൂസാണ്. മാളൂസ് +2-നും ഉണ്ണിക്കുട്ടന് 9-ലുമാണ് കേട്ടോ. പുതിയതായിട്ട് വന്ന കുറേ പേരുടെ സംശയങ്ങളാണ് ഞാൻ ഈ മറുപടി പറയുന്നത്. പിന്നെ ഞാനൊരു Q&A ചെയ്തായിരുന്നു. അത് ഒരുപാട് പ്രതീക്ഷയോട് ചെയ്തതാണ്. പക്ഷെ അത് ലൈക്ക് 1K ആകാനായി എല്ലാവർക്കും പറയാനുള്ളത് ഞങ്ങൾക്കൊന്നും അറിയണ്ടാന്ന്. ഞങ്ങളെപ്പറ്റി ആർക്കും ഒന്നും അറിയാനില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന സ്ഥലത്താണ് ഇന്നതാണെന്നൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ വയനാട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണം അതൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയാം, എന്തുകൊണ്ടാണ് എന്തിനാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം കേട്ടോ. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ലോങ് വീഡിയോയുടെ സമയം ഉച്ചയ്ക്ക് 2 മണിയും ലൈവിൻ്റെ സമയം ഞാൻ എല്ലാവരോടും പറഞ്ഞു. അങ്ങനെയായിരിക്കും. ഒന്നരാടെ ഉണ്ടാവുള്ളൂ വീഡിയോസ്. പറ്റുന്ന ദിവസം ഡെയിലി ഇടാൻ ശ്രമിക്കാം. ഷോർട്ട് നമ്മൾ മുടക്കത്തില്ല, എന്ന് നമ്മൾ ഷോർട്ട് ഉണ്ടാകും കേട്ടോ. അതുകുട്ടിയുടെ അച്ഛൻ അവിടെ ഇരുന്ന് കൈ നീട്ടുന്നുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട വീഡിയോയൊക്കെ ആയിരിക്കും. നമുക്ക് എല്ലായിടത്തും എനിക്കങ്ങ് ഓടി നടന്ന് കുറേ ദൂരം പോകാനും കുറേ സ്ഥലം പോകാനും അല്ലാതെ ആരുടെ വീഡിയോ അടിച്ചു മാറ്റി ചെയ്യാനും ഒന്നും എനിക്ക് താല്പര്യമില്ല. ഞങ്ങൾ എങ്ങനെയാണോ അതേപോലെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. വേണമെങ്കിൽ എനിക്ക് ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി ലിഫ്റ്റിക്കൊക്കെ ഇട്ട് വേണമെങ്കിൽ വന്നിരിക്കാം. പക്ഷേ ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. അതുകൊണ്ടൊക്കെ എന്താ കാര്യമുള്ളത് എനിക്ക് പിന്നെ തോന്നി കേട്ടോ. കാരണം ഞാൻ കുറേ ഒരുങ്ങി വന്നിരുന്നു. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഞങ്ങളെങ്ങനെയാണോ ഞാനും ആദൂട്ടിക്ക് എങ്ങനെയാണോ അതാണ് എല്ലാവർക്കും കാണേണ്ടത്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിക്ക് വരുന്നത്. അതാണ് കേട്ടോ, അല്ലാതെ വേറൊന്നും ആയിട്ടല്ല. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഈ മാളൂസിൻ്റെ വിശേഷമായിരിക്കും, ചിലപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ വിശേഷമായിരിക്കും. അങ്ങനെയായിരിക്കും കേട്ടോ നമ്മൾ വരുന്നത്. അങ്ങനെയൊക്കെയാണ്. പിന്നെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇത്രയൊക്കെ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം നെഗറ്റീവ് അടിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും കൊച്ചിനെ പറയുന്നവരും ചിന്തിച്ചോണം. നമ്മുടെ സുപ്രീം കോടതി വിധിയാണ് വന്നേക്കുന്നത്. അപ്പം ആദൂട്ടിക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്.
നിങ്ങൾ ലൈവിൽ വന്ന് പോകുന്ന കമൻറ്റുകളെല്ലാം ഞാൻ വായിക്കാറുണ്ട്. ഞാൻ മറുപടി പറയാത്തതാണ്. ഞാൻ എല്ലാവരുടെയും സ്ക്രീൻഷോട്ട് സഹിതം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം കൂടി കൊടുക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് എല്ലാം കൂടി ഒറ്റ പ്രാവശ്യം കൊടുത്താൽ മതിയല്ലോ ഭിന്നശേഷി വകുപ്പിന്. അപ്പോൾ കൊടുക്കുമ്പോൾ ഒരൊറ്റ കൊടുപ്പായിരിക്കും കേട്ടോ. ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ 4 ഇരട്ടി ആദൂട്ടിനെ സ്നേഹിക്കുന്നവരാണ് കേട്ടോ. അതല്ലേ നമുക്ക് വേണ്ടത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 2, 3, 4 കീടങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങളായിരുന്നു കേട്ടോ. കുറച്ച് കാര്യങ്ങളായിരുന്നു എല്ലാവരോടും പറയാനുണ്ടായിരുന്നത്. തല അങ്ങോട്ട് ചരിച്ച് വെച്ച് നോക്കുവാണ്. അവരുടെ അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനാണ് നോക്കുന്നത്. അച്ഛൻ ഇപ്പം എവിടെയോ കൊണ്ടുപോകുന്നത്. അച്ഛൻ ഇന്നലെ സൈക്കിളിൽ ഇരുത്തി ഓടിച്ചില്ലേ, അപ്പം അച്ഛൻ എവിടെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നോക്കുന്നത്. വർത്തമാനം പറയുന്നതിനാണ് കേട്ടോ വായിക്കൂടി വെള്ളമൊക്കെ പോകുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത്. പറ്റുന്നവരൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് കണ്ട് ലോങ് വീഡിയോയെ നിങ്ങൾക്ക് കാണാൻ സമയമില്ലെങ്കിൽ നിങ്ങളൊന്ന് ഓണാക്കി വെച്ചിട്ട് നിങ്ങൾ എതിലേലും പൊക്കോട്ടോ. കാരണം കാണാൻ സമയമില്ലാത്തൊരു ഒന്ന് ഓണാക്കി വെച്ചിട്ട് എതിലേലൊക്കെ പോകും. അപ്പം നമുക്കൊരു വ്യൂസ് കിട്ടുമല്ലോ. നമുക്കിതിപ്പോൾ അത്യാവശ്യമാണ്. അതുകൊണ്ടിക്ക് നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ചികിത്സാ ചിലവ് അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ വാടക പൈസ കൊടുക്കണം. പിന്നെ നമ്മുടെ ഫിസിയോതെറാപ്പി കാര്യങ്ങളിലെല്ലാം നമ്മൾ പോകണം. അതിനും വണ്ടിക്കാണ് പോകുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ പാമ്പേഴ്സാണ്. അതൊട്ട് വലുതായി വരുന്നവർ നമ്മുടെ പാമ്പേഴ്സിൻ്റെ എണ്ണം കൂടി വരുവാണ്. അപ്പം അതൊക്കെ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ചാനൽ തുടങ്ങിയേക്കുന്നത്. അല്ലാതെ എനിക്ക് ഇതും കൊണ്ട് കൊച്ചിനെ വിറ്റ് ജീവിക്കോ, കൊച്ചിനെ തിണ്ടി ജീവിക്കോ അങ്ങനെയൊന്നും ഒരു കാര്യമില്ലാണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് ആദൂട്ടി ഉണ്ടായപ്പോൾ തൊട്ട് അങ്ങ് തുടങ്ങിയാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ആദൂട്ടിയുടെ കാര്യങ്ങൾ മുടങ്ങരുതെന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് കുക്കറടിച്ചു. അപ്പം നമുക്ക് നിർത്താം. അപ്പോൾ പറ്റുന്നവരെല്ലാം നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, ഉമ്മ.